Hello, SQL Server 2017 മലയാളം ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ്. SQL സെർവറിൻ്റെ 2017 വേർഷനാണിത്. ഓക്കെ, ഇത് കണക്ട് ചെയ്യാൻ ഡോട്ട് ചിഹ്നം ഉപയോഗിച്ചാൽ മതി, കണക്ട് ആവുന്നതാണ്. ഓക്കെ, ഇതിലൊരു എറർ സംഭവിക്കുകയാണ്. പലപ്പോഴും SQL സെർവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സെർവർ നെയിം കൊടുക്കുമ്പോൾ അതെപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എറർ കാണിക്കുന്നതാണ്. അതിന് നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടത് റണ്ണിൽ പോയതിന് ശേഷം service.msc എന്ന ഇത് ഓപ്പൺ ചെയ്യുക. റണ്ണിൽ service.msc എന്നതിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മെനു ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ഒരു മെനു ഓപ്പണായി, സർവീസ് എന്നതിൻ്റെ ഒരു മെനു ഓപ്പണായി വന്നത് കാണാം. അതിൽ SQL സെർവർ മൈക്രോസോഫ്റ്റ് SQL സെർവർ SQL സെർവർ ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത SQL സെർവർ 2017 വേർഷൻ. അതിൽ സ്റ്റാർട്ട് കൊടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ പിന്നെയും ആദ്യമേ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. SQL സെർവർ ഓപ്പൺ ആയി വരുന്നതാണ്. പലപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ് SQL സെർവർ കണക്ട് ചെയ്യുമ്പോഴുള്ള എറർ. ഇത് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് സാധിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. രണ്ട് തരത്തിൽ നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഗ്രാഫിക്കലി ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് ആൻഡ് രണ്ട് query based. ഫസ്റ്റ് നമുക്ക് ഗ്രാഫിക്സ് നോക്കാം. ന്യൂ ഡാറ്റാബേസ് ആൻഡ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ഡാറ്റാബേസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈസി പരിപാടിയാണിത്. എന്നിട്ട് ഒരു ഡാറ്റാബേസിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ആണെങ്കിൽ സ്കൂൾ, അല്ലെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
എംപ്ലോയി എന്നിട്ട് ഓക്കെ കൊടുക്കുക. എംപ്ലോയിയുടെ ഒരു ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ക്വറി ബേസ്ഡ് ആയിട്ട് ക്വറിയിലൂടെ ഒരു ന്യൂ ക്വറിയിലൂടെ നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. create database employee 2. Okay. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ ഇതിൽ പുതിയൊരു ഡാറ്റാബേസ് എംപ്ലോയി 2 എന്നത് ആഡ് ചെയ്ത് വരും. എന്നിട്ട് ഇത് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ എംപ്ലോയി 2 എന്ന ഡാറ്റാബേസ് ആഡ് ചെയ്തത് കാണാം. ഓക്കെ, സിസ്റ്റം ഡാറ്റാബേസ് command. ഇവിടെ എംപ്ലോയി 2 എന്ന ഡാറ്റാബേസ് വന്നിരിക്കുന്നു. അതുപോലെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ടേബിളും അതുപോലെ പ്രൈമറി കീയും ഒക്കെ സെറ്റ് ചെയ്യാം എന്നാണ്. ഒന്ന് ഡിസൈൻ ബേസ്ഡ്, രണ്ട് ക്വറി ബേസ്ഡ് രൂപത്തിൽ SQL സെർവറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഗ്രാഫിക്കലി നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ന്യൂ ടേബിൾ കോളം നെയിമിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് നമുക്ക് വേണ്ടതെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ID സ്റ്റുഡൻറ്റ് ID ഡാറ്റ ടൈപ്പ് ഇപ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, വാർക്കെയർ ആണെങ്കിൽ പലതരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ SQL സെർവറിലുണ്ട്. ബൈനറി, ബിറ്റ്, ക്യാരക്ടർ. നമുക്കിതിൽ ഇൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇൻറ്റ് സ്റ്റുഡൻ്റ് ID എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇതിന് ഇൻറ്റ് കൊടുക്കാം. സ്റ്റുഡൻ്റ് നെയിം
varchar 50 student address varchar 50 മാക്സിമം കൊടുക്കാം. ചിലപ്പോൾ അത് 50യേക്കാൾ കൂടുതൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ varchar കൊടുക്കുന്നതാണ് നല്ലത്, സ്റ്റുഡൻ്റ് അഡ്രസ്സ് ഒക്കെ ആകുമ്പോൾ. റോൾ നമ്പർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. റോൾ നമ്പർ അതിന് സ്പേസോ സ്പേസ് ഉണ്ടെങ്കിൽ അതിന് സ്പേസ് വരുമ്പോൾ അതിലൊരു ബ്രാക്കറ്റ് വരുന്നതാണിത്. അതുപോലെ തന്നെ ASP.NET അതുപോലെ കോഡ് കൊടുത്താൽ മതി, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. റോൾ നമ്പർ ഇൻറ്റിജറാണ് വരുന്നത്. ഇൻറ്റ് കൊടുക്കാം. അലോ നൾസ് നമുക്ക് തന്ന ഡാറ്റയിൽ ഒന്നും ഒരു ഡാറ്റയും കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് അലോ നൾസ് കൊടുക്കാം. അതായത് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ID-യിൽ ഇപ്പോൾ നിങ്ങൾ 1 അല്ലെങ്കിൽ 2 എന്ന് കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ അതിലൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അലോ നൾസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അലോ നൾസ് ഇല്ലാണ്ട് അലോ നൾസ് ആക്റ്റീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും 1, 2 അതോ 1, 2, 100 എത്രയെങ്കിലും കൊടുക്കണം. അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാം. ടേബിൾ 1 സ്റ്റുഡൻറ്റ് ഓക്കെ. എംപ്ലോയിൽ സ്റ്റുഡൻറ്റ് എംപ്ലോയി എന്ന ഡാറ്റാബേസ് സ്റ്റുഡൻ്റ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു.